മുൻ അമ്പയറും മലയാളിയുമായ കെ.എൻ. രാഘവൻ IPLന്റെ വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള സഞ്ജു സാംസന്റെ സാധ്യതകളെക്കുറിച്ച് ദേശീയ ടീമിൽ സമീപകാലത്തെ പ്രകടനത്തെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. അടുത്ത സീസണിൽ തീർച്ചയായും കിരീടം നേടാൻ സാധിക്കുന്ന ടീമുകളിലൊന്നാണ് റോയൽസ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ 5ാമത്തെ സീസണാണ് അടുത്ത വർഷം നടക്കുന്നത്. 2021 മുതൽ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു. 2022 ടൂർണമെന്റിൽ റോയൽസിനെ ഫൈനലിൽ എത്തിച്ചുവെന്നതാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു നേടിയ ഏറ്റവും വലിയ നേട്ടമെന്നത്. കഴിഞ്ഞ പ്രാവശ്യം റോയൽസ് പ്ലേ ഓഫിൽ തോറ്റു പുറത്താവുകയും ചെയ്തിരുന്നു. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത മുതൽ സഞ്ജു സാംസന്റെ കരിയർ വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് കെ.എൻ. രാഘവൻ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം. സഞ്ജു എല്ലായ്പ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലെയർ ആണെന്നും എന്നാൽ റോയൽസിന്റെ ക്യാപ്റ്റൻസി എടുത്തതിനു ശേഷം അത് വേറെ ലെവലായി എത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇപ്പോൾ തന്റെ സ്ഥാനവും ഉറപ്പിച്ചു കഴിഞ്ഞു. ദേശീയ ടീമിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടുന്നില്ലെന്നും ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും നമുക്ക് നേരത്തെ ആശങ്കയുണ്ടായിരുന്നുവെന്നും രാഘവൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. രാജസ്ഥാൻ റോയൽസ് വൺ ഡൗൺ ആയി ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചതിനു ശേഷമാണ് സഞ്ജു സാംസന്റെ കരിയറിൽ വലിയ മാറ്റം സംഭവിച്ചതെന്നാണ് കെ.എൻ. രാഘവൻ പ്രധാനമായും നിരീക്ഷിക്കുന്നത്. സഞ്ജു നേരത്തെ മധ്യ ഓവറുകളിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും റോയൽസിന് വേണ്ടിയാണ് അദ്ദേഹം വൺ ഡൗൺ ആയി കളിക്കാൻ ആരംഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമ്പോൾ T20യിൽ ഒരു താരത്തിന് വേണ്ടത്ര അവസരങ്ങൾ ഒന്നും തന്നെ കിട്ടില്ല. കാരണം T20യിൽ 10 ഓവറുകൾക്ക് ശേഷം ഒരാൾ ബാറ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് ആകെ 10 ഓവറുകൾ മാത്രമേ ബാക്കിയായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു മധ്യനിര ബാറ്റർ എല്ലായ്പ്പോഴും സമ്മർദ്ദത്തിലായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സഞ്ജുവും ടീമിനു വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ സ്കോർ ബോർഡ് നോക്കുമ്പോൾ നേടിയത് 10ൽ താഴെ റൺസ് ആണെങ്കിൽ അത് നമ്മളെ നിരാശപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നതും യാഥാർത്ഥ്യമാണ്. സഞ്ജുവിന് തന്റെ കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കാൻ ഈ മത്സരത്തിൽ സാധിച്ചിട്ടില്ലെന്ന ചിന്ത മാത്രമേ അപ്പോൾ വരികയുള്ളൂവെന്നും രാഘവൻ പ്രധാനമായും വിലയിരുത്തി. T20യിൽ ഓപ്പണറായോ വൺ ഡൗൺ ആയോ ബാറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ബാറ്റർക്കും മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ ലഭിക്കുന്ന സമയം കെ.എൻ. രാഘവൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സഞ്ജു സാംസൺ തീർച്ചയായും ടീമിനു വേണ്ടി കളിക്കുന്ന താരം തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം. ആദ്യത്തെ കുറച്ച് ബോൾ പ്രതിരോധിച്ച് കളിച്ചതിനു ശേഷം പിന്നീട് ആക്രമണോത്സുക ശൈലി സ്വീകരിച്ചുകൂടെയെന്നും സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിനെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ടീമിന് വേണ്ടിയാണ് താൻ കളിക്കുന്നതെന്നും ആദ്യ ബോളിംഗിൽ തന്നെ സിക്സർ അടിക്കേണ്ടി വന്നാൽ അത് ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഈ ഒരു സമീപനം കാരണം സഞ്ജുവിന് കരിയറിൽ തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന സംശയം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ അടുത്തിടെ ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെ അദ്ദേഹം ഉജ്ജ്വല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതിന്റെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും IPLന്റെ അടുത്ത സീസണിൽ സഞ്ജു കളിക്കാൻ ഇറങ്ങുന്നതും യാഥാർത്ഥ്യമാണ്. IPLൽ കിരീടം നേടിയ ഒരു ടീമിന്റെ ഭാഗമാകുവാൻ സഞ്ജുവിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതും നിലനിൽക്കുന്ന സത്യമാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് ഇതിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒരു മലയാളി IPL ടീമിന്റെ ക്യാപ്റ്റൻ ആവുക എന്നത് ഒരു കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ടീമിലെ സ്ഥിരാംഗമാകുന്നതിന് മുമ്പ് തന്നെ സഞ്ജുവിന് റോയൽസിന്റെ നായകസ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് പോവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കാരണമാണ് ഈ റോൾ പ്രധാനമായും കിട്ടിയത്. ഒരുപാട് അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെടുന്ന ടീമിനെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് സഞ്ജുവിന്റെ മിടുക്ക് തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കിരീടം അർഹിക്കുകയും ചെയ്യുന്നതായി രാഘവൻ പറയുകയുണ്ടായി.